ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചാ വിഷയമായ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ നിർമ്മാണങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഞങ്ങൾ ഇന്നോടെ നൽകുന്നത്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണ കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്നറിയപ്പെട്ടിരുന്നത് മുല്ലപ്പെരിയാർ ഡാം ആയിരുന്നു. ചുണ്ണാമ്പും സുരുക്കി മിശ്രിതവും കരിങ്കലുമൊക്കെയാണ് ഇത് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നത്. 113 വർഷത്തിലകം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ ഇന്ന് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഭൂഗർഭ അണക്കെട്ട് എന്നറിയപ്പെടുന്നു. 1896 ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത്. 50 വർഷം മാത്രമേ ഇതിന് ആയുസുള്ളൂ എന്ന് അന്നത്തെ ശില്പിയായിരുന്ന ബെന്നി കുക്ക് എന്ന ബ്രിട്ടീഷുകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1886 ഒക്ടോബർ 29 പെരിയാർ പാട്ടക്കരാർ പ്രകാരം പെരിയാർ നദിയുടെയും 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 800 ഏക്കർ സ്ഥലത്തിന് പുറമെ അണക്കെട്ട് നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവും അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ മദിരാശി സർക്കാരിന് പാട്ടക്കരാറായി നൽകിയിട്ടുണ്ട്. 50 വർഷം മാത്രം ആയുസ് കണക്കാക്കിയിരിക്കുന്ന ഡാമിൻ്റെ കരാർ കാലയളവ് 999 വർഷമാണുള്ളതെന്ന് വിരോധാഭാസം അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഡാം പൊട്ടിയാൽ കേരളത്തിലെ ജില്ലകളായ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലെ 40 ലക്ഷം ജനങ്ങളിലെ ജീവനെങ്കിലും പൊലിഞ്ഞേക്കാം. ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് ഒരു അപേക്ഷ മാത്രം. കേരളവും തമിഴ്നാടും ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങളാണ്. തമ്മിലടിക്കാതെ ഈ വരുന്ന ദുരന്തത്തെ ഒഴിവാക്കാനുള്ള മാർഗം ഉടൻ തന്നെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പൊലിയുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവനായിരിക്കും. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സമർപ്പിച്ചത് liveCreation.in.